Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ഒരുങ്ങി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ജൂലൈ 23 അർദ്ധരാത്രി മുതൽ ജൂലൈ 24 ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ ബലിതർപ്പണം നടത്താം. ഈ മുഹൂർത്തത്തിൽ നടത്തുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പിതൃക്കൾക്ക് കൂടുതൽ ആത്മശാന്തി പകരുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനം പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിന് വിശേഷപ്പെട്ടതാണ്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതിനാൽ തന്നെ കർക്കിടക വാവു ദിനത്തിലെ ബലിതർപ്പണം പിതൃപ്രീതിക്കും പിതൃക്കളുടെ ആത്മശാന്തിക്കും പവിത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബലിതർപ്പണത്തിന് പ്രസിദ്ധമാണ്. തലേ ദിവസം വ്രതമെടുത്ത് പുണ്യനദിയായ പെരിയാറിൽ കുളിച്ച് ഈറനോടെ മൺമറഞ്ഞ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ബലിതർപ്പണം നടത്താൻ ആയിരക്കണക്കിന് വിശ്വാസികൾ ചേലാമറ്റത്തേക്ക് ഒഴുകിയെത്തും. എള്ളും പൂവും ചന്ദനവും ഉണക്കലരിയും പൂജാദ്രവ്യങ്ങളുമെല്ലാം സമർപ്പിച്ച് ഭക്തി പുരസ്സരം അവർ ബലിയിടൽ നടത്തും. ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും തിരുനടകളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച ശേഷമാകും ഭക്തർ മടങ്ങുക. ഈ വർഷം ജൂലൈ 23 ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ 24 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെയാകും ബലിതർപ്പണം. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ട്രസ്റ്റ് ഒരുക്കുന്നത്. ഭക്തജനങ്ങൾക്കായുള്ള പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബടുകൂറ്റൻ പന്തൽ ക്ഷേത്രത്തിന് മുൻവശത്തും ബലിതർപ്പണം നടത്തുന്ന പെരിയാറിൻ്റെ തീരത്തും പോകുന്ന വഴിയിലും മഴ നനയാതെ പോകുന്നതിനും വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആഡിയോയുടെ നേതൃത്വത്തിൽ ചേലാമറ്റം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രീതിയിൽ ഒരു അവലോകന യോഗം നടന്നു. എല്ലാവരും ഈ ഒരുക്കങ്ങളെക്കുറിച്ച് വിലയിരുത്തി അത് നേരിൽ കാണുന്നതിന് വേണ്ടി തന്നെ അവരെല്ലാവരും തന്നെ ക്ഷേത്രക്കടവിലേക്കും മറ്റും ഇപ്പോൾ പോയിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ CIയുടെ ഉൾപ്പെടെ പെരുമ്പാവൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ആഡിയോയുടെയും തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ ഇറിഗേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവർ നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ വരെ നമ്മളെ അറിയിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ക്ഷേത്രവുമായിട്ട് സഹകരിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ജനപ്രതിനിധികളും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഈ കർക്കിടവാവിന് വേണ്ടിയിട്ട് ഇതിലെ എല്ലാ സംവിധാനങ്ങൾക്കും അവരുടെ സഹായം ലഭ്യമാക്കുമെന്ന് ഉറപ്പു വന്നിട്ടുണ്ട്. ക്രമീകരണങ്ങൾ വിലയിരുത്താൻ RDOയുടെ നിർദ്ദേശപ്രകാരം വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പോലീസ്, എക്സൈസ്, ആരോഗ്യം, ഫയർ ആൻഡ് സേഫ്റ്റി, KSEB, KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. പെരിയാർ നദിയിൽ ജലനിരപ്പ് സാധാരണ നിലയിലായതിനാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് സൂചനയെന്നതിനാലും വലിയ ഭക്തജന തിരക്കാണ് കർക്കിടകവാവ് ദിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രതികൂല ഘടകങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടവും ദേവസ്വം ട്രസ്റ്റ് ഭാരവാഹികളും അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.